ഒഞ്ഞുകതിയാ ഇതിലുണ്ടായിനെ കിളിവാലം വെറ്റില് അവിടെ പോയി അത് എടുത്തു തിന്ന പലാലെ വെറ്റിലല്ലേ തന്ത നിങ്ങളെ വെലത്തെ കയ്യില്. ഇത് നല്ല ചൊർക്കായി പോയി. വെറ്റിൽ എന്റെ കയ്യിലുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇത്ര ചെറുപ്പത്തിലെങ്ങനെ മറന്നാല് വയസ്സാവുമ്പോ എന്റെ കാര്യം എടുക്കാണ്ടാവൂല. വയസ്സാവുമ്പോ എന്റെ കാര്യോ ഇത്ര വേം പറമ്പ് കളിച്ചു കഴിഞ്ഞോ? അല്ലെങ്കിൽ ഉജി ഉസുറുള്ളോനാ. 10 മണി ആയപ്പോഴേക്ക് ഉജി പണി കഴിച്ചല്ലോ. നിന്റെ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളെ പറമ്പ് മുഴുവൻ കുത്തി കളിക്കാനൊന്നും എന്നെ കൊണ്ടാവൂല. അയ്യന്റെ കുട്ടുരുവോ, ഇജ്ജ് അങ്ങനെ പറയല്ലേ. ഇജ്ജ് അതിനോണ്ട് കൂലി തരാതെ കഴിയുമെന്ന് വിചാരിച്ചിട്ടാ ആ പണി ഞാൻ അനക്ക് തന്നെ തന്നത്. ആ പണി അനക്കെന്നെ തന്നത്? എനിക്കല്ല, അനക്ക്. നിങ്ങക്ക് എന്താ ആ പണിയൊക്കെ വാപ്പനോട് മൂത്താപ്പനോടൊക്കെ പറഞ്ഞാല്? ഓലൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ കുട്ടുരുവോ. ഓല കൊണ്ട് പറമ്പിലെ പണി എടുപ്പിക്കാന്ന് പറഞ്ഞാല് അനക്കൊരു മോശല്ലേ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാല് നിങ്ങളെ പറമ്പ് ഇനി കുത്തി കളക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അത് എന്റെ കുട്ടുരുവോ, ഇജ്ജ് അങ്ങനെ പറയല്ലേ. ഏതായാലും ഇന്ന് പണിയൊന്നും എടുക്കണ്ട, നാളെ രാവിലെ എടുക്കാം. ഇജ്ജ് ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്നാ എനക്ക് ഞാനൊരു കിസ്സ പറഞ്ഞുതരാം. കുട്ടുരുവോ, എനക്കറിയോ, ഇന്റെ ഒക്കെ ചെറുപ്പത്തില് ബാപ്പാന്റെ കൂടെ പാടത്തേക്ക് രാവിലെ അങ്ങോട്ട് ഇറങ്ങിയാല് വൈകുന്നേരം 6 മണിക്ക് തിരിച്ചിങ്ങോട്ട് കേറുള്ളൂ. അതുവരെ കൊത്തി കളിച്ച് ഇങ്ങനെ പണിയെടുക്കൂ. എന്നാല് പള്ള നിറച്ചെന്തോ തിന്നാൻ കിട്ടുവോ? അതുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പാണ്ടിക്കാട് ഇറങ്ങിയ പട്ടാളക്കാര് പൂക്കോട്ടൂരിന്ന് വന്ന ലഹളക്കാരുമായിട്ട് ഏറ്റുമുട്ടണത്. എനക്കൊന്ന് കേക്കണ കുട്ടുരോ, ആ ഒളിപ്പോരില് 18 ആൾക്കാരാണ് ചെയ്തായത്. എന്റെ കുട്ടുരോ, ഇജ്ജ് പറയണ്ട. അയ്യന്റെ കുട്ടുരോ, ഇജ്ജും തടിയെടുത്തോ? കുട്ടറിനോട് പണിയെടുപ്പിച്ച് എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും. നിങ്ങക്ക് വേറെ ഇല്ല 2-3 എണ്ണം ആയിട്ടുള്ളോണ്ടൊന്ന് പറഞ്ഞൂടെ? അതിന് ആ ഇബിലീസുകളൊക്കെ എന്തെങ്കിലും ഒരു പണിക്ക് പറ്റുവോ? ഓലൊക്കെ കണക്കിന് ഓല് വലിയ സുജായികളല്ലേ. ഇനിയിപ്പൊ ആരോണ്ടാ പഠിച്ചോനെ ഞാനിതൊന്ന് പറയാ.